ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലായിട്ടുള്ള ഇലയടയാണ്. ഈ സ്പെഷ്യൽ ഇലയട നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ചൗരി വെച്ചിട്ടാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല മുത്തുമണി പോലുള്ള ഇലയട ചൗരി വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ ഇലയട എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ മുത്തുമണി ഇലയട എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം. അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് അളവിൽ ചൗരിയാണ് എടുത്തിട്ടുള്ളത്. ഈ ചൗരി നമുക്ക് ഒരു ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് 2 പ്രാവശ്യം ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിർക്കാനായിട്ടൊന്ന് വയ്ക്കും. അപ്പം ഞാൻ 1 കപ്പ് അളവിൽ ചൗരിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 1 കപ്പ് അളവിൽ ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മൾ എത്ര അളവിനാണോ ചൗരി എടുക്കുന്നത് അതേ അളവിൽ തന്നെ നമുക്ക് വെള്ളം ഇതിലേക്ക് ഒഴിച്ചൊന്ന് കുതിർക്കാനായിട്ടൊന്ന് വെക്കണം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പും 2-3 സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 30 മിനിറ്റ് അടച്ചൊന്ന് കുതിർക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പം ഞാനൊരു 30 മിനിറ്റ് ഒന്ന് കുതിർത്ത് എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരിക്കൽ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളൊരു 30 മിനിറ്റൊക്കെ കുതിർത്തെടുക്കുമ്പോഴത്തേക്കും ഒരു പകുതിയോളം ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ടാവും. എങ്കിലും ഇതിൽ ബാക്കി വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കൊരു 30 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചൊന്ന് കുതിർക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതൊന്ന് കുതിർന്ന് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് സിമ്പിളായിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 5 സ്പൂൺ അളവിൽ ചെറുകിയ തേന ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 സ്പൂൺ അളവിൽ പൊടിച്ച ശർക്കരയും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പം നമ്മുടെ ഫില്ലിങ് ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ ചൗരി നല്ലതുപോലെ തന്നെ ഒന്ന് കുതിർന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ വെള്ളം എല്ലാം തന്നെ നല്ലതുപോലെ ഒന്ന് അബ്സോർബായി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് കൈ വെച്ചിട്ട് ഒരിക്കൽ കൂടെ നല്ലതുപോലെ ഒന്ന് കുഴച്ച് എടുക്കാം. അതിനുശേഷം നമ്മുടെ ഇലയട തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു വാഴയില എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം എണ്ണയൊന്ന് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് എണ്ണ എല്ലായിടത്തും ഒന്ന് വാഴയിലയുടെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എണ്ണ തടവി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇലയട തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഇളക്കിയെടുക്കാനായിട്ട് പാടായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈസിയായിട്ട് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ തടവി കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ സാധാരണ അടയ്ക്കൊക്കെ നമ്മളൊന്ന് പരത്തി എടുക്കുന്ന പോലെ തന്നെ കുറേശ്ശെയായിട്ട് ചൗരി വെച്ചിട്ടൊന്ന് പരത്തി എടുക്കാം. ഇപ്പം ഞാൻ ആവശ്യത്തിനുള്ള ചൗരി അത്രയൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം. നമ്മളിത് മടക്കുന്ന സമയത്ത് ഈ ഫില്ലിംഗ് ഒന്നും തന്നെ പുറത്ത് പോകാത്ത രീതിക്ക് വേണം ഒന്ന് വെച്ച് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഫില്ലിംഗ് വെച്ച് കൊടുത്ത ആ വശത്തോട്ടായിട്ട് ഒന്ന് മടക്കി എടുക്കാം. ഇപ്പം ഞാൻ ഒരെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം നമുക്കൊരു സ്റ്റീമറിൻ്റെ പ്ലേറ്റിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ആവിയേറ്റാനായിട്ട് വെക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇലയട വെച്ചിട്ടുള്ള പ്ലേറ്റ് ഒന്ന് വെച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ 15 മിനിറ്റ് ഒന്ന് വേവിച്ച് എടുക്കാം. ഇപ്പം ഞാൻ 15 മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ അടയൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിന് നല്ലതുപോലെ തണുത്തിട്ട് വേണം നമുക്കൊന്ന് പ്ലേറ്റിലോട്ട് മാറ്റാനായിട്ട്. അതുപോലെ തന്നെ തണുത്തിട്ട് വേണം ഇതൊന്ന് ഇലയിൽ നിന്ന് ഇളക്കിയെടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിച്ചിരിക്കും, നമുക്ക് പൊളിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള മുത്തുമണി ഇലയട റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ചൗരി വെച്ചിട്ട് ഇതുപോലെ ഇലയടയും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.